ചുറ്റും മൈലുകളോളം പരന്നു കിടക്കുന്ന കരിനീലക്കടൽ, തലയ്ക്ക് മുകളിൽ അമാവാസി രാത്രിയുടെ കറുത്ത ആകാശം, ആഴങ്ങളിൽ വിശന്നു വലയുന്ന കടൽ ജീവികൾക്കും അലറുന്ന തിരമാലകൾക്കും നടുവിൽ ഒരു ചെറിയ പ്ലാസ്റ്റിക് കഷ്ണത്തിൽ തൂങ്ങി മരണം കാത്തു നിൽക്കുന്ന ഒരു മനുഷ്യൻ. കന്യാകുമാരിയുടെ തീരത്തു നിന്നും 30 കിലോമീറ്റർ അകലെ നടുകടലിൽ 28 മണിക്കൂറുകളോളം മരണത്തിൻ്റെ കൈകളിൽ നിന്നും കുതറിമാറിയ ശിവമുരുകൻ എന്ന സാധാരണക്കാരൻ്റെ അവിശ്വസനീയമായ അതിജീവനത്തിൻ്റെ കഥ. കടലിനെ പേടിയായിരുന്ന ഒരാൾ അതേ കടലിൻ്റെ ആഴങ്ങളിൽ തൻ്റെ പ്രാണന് വേണ്ടി നടത്തിയ പോരാട്ടം. ഇത് കേവലം ഒരു കഥയല്ല, മനുഷ്യൻ്റെ ഇച്ഛാശക്തിക്ക് മുന്നിൽ മരണം പോലും തോറ്റുപോയ നിമിഷങ്ങളുടെ നേർക്കാഴ്ചയാണ്. ശിവമുരുകൻ്റെ ചോരയും കണ്ണീരും ഉപ്പും കലർന്ന ആ വലിയ യാത്ര ഇവിടെ തുടങ്ങുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളും ശരിയാകും. എന്നാൽ നമുക്ക് ഈ അതിജീവനത്തിൻ്റെ കഥയിലേക്ക് കടക്കാം. കന്യാകുമാരിയുടെ തീരത്തോട് ചേർന്നുള്ള ആ ചെറിയ ഗ്രാമം അപ്പോഴും ഉറക്കത്തിലായിരുന്നു. കടൽക്കാറ്റിന് ഉപ്പിൻ്റെ നേരിയ മണമുണ്ട്. ശിവമുരുകൻ തൻ്റെ പഴയ ഓടിട്ട വീടിൻ്റെ ഉമ്മറത്തേക്ക് വന്നിരുന്നു. മുറ്റത്ത് തെങ്ങോലകൾ കാറ്റിലാടുന്നുണ്ട്. അകത്ത് പായയിൽ കിടന്നുറങ്ങുന്ന ഭാര്യ ലക്ഷ്മിയുടെയും 2 മക്കളുടെയും നിശ്വാസങ്ങൾ അയാൾക്ക് കേൾക്കാം. 35 വയസ്സായിട്ടും ശിവൻ ഇതുവരെ ഉൾക്കടലിലേക്ക് പോയിട്ടില്ല. കടൽക്കരയിൽ ജനിച്ചവർക്ക് കടൽ ഒരു അമ്മയാണ്. പക്ഷേ ശിവന് അവളൊരു പേടി സ്വപ്നമായിരുന്നു. കുട്ടിക്കാലത്ത് അച്ഛൻ കടലിൽ പോയി തിരികെ വരാതിരുന്ന അന്ന് മുതൽ തുടങ്ങിയ പേടിയാണിത്. പക്ഷേ ഇന്ന് സാഹചര്യം മാറി. പണത്തിന് വലിയ ആവശ്യമുണ്ട്. മക്കളുടെ പഠനം, വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ. ശിവണ്ണ ഇറങ്ങുന്നില്ലേ? മുറ്റത്ത് നിന്നും അനുജൻ മുരുകൻ്റെ ശബ്ദം കേട്ടു. ശിവൻ എഴുന്നേറ്റു. ചെറിയ ബാഗിൽ തോർത്തും 2 ജോഡി തുണികളും എടുത്തു. ലക്ഷ്മി ഉണർന്നിരുന്നു. അവളുടെ കണ്ണുകളിൽ ആശങ്കയുണ്ടായിരുന്നു. സൂക്ഷിക്കണം, ആദ്യമായിട്ടല്ലേ? അവൾ വാക്കുകൾ മുഴുവിപ്പിച്ചില്ല. പേടിക്കണ്ട ലക്ഷ്മി, കൂടെ മുരുകനും 10-15 ആളുകളുമില്ലേ? നാളെ വൈകുന്നേരത്തോടെ തിരിച്ചെത്തും. അവളെ ഒന്ന് സമാധാനിപ്പിച്ച് ശിവൻ പടിയിറങ്ങി. ചിന്നമുട്ടം ഫിഷിംഗ് ഹാർബർ ആ സമയത്തും ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ബോട്ടുകളുടെ ഇരമ്പലും ഐസ് കഷ്ണങ്ങൾ പൊട്ടിക്കുന്ന ശബ്ദവും കൊണ്ട് പ്രദേശം ശബ്ദമുഖരിതമായിരുന്നു. കടലമ്മ എന്ന വലിയ ബോട്ടിലേക്കാണ് ശിവൻ കയറിയത്. ബോട്ടിലെ പ്രധാനി ആന്റണി എല്ലാവരെയും പരിശോധിച്ചു. ശിവൻ ആദ്യമായിട്ടാണല്ലോ, പേടിക്കണ്ട, നമ്മുടെ മുരുകൻ കൂടെയുണ്ടല്ലോ, ആന്റണി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ബോട്ട് നീങ്ങി തുടങ്ങി. തീരത്തെ വെളിച്ചങ്ങൾ പതുക്കെ പതുക്കെ ചെറുതായി വന്നു. അറ്റമില്ലാത്ത നീലക്കടലിലേക്ക് അവർ പ്രവേശിക്കുകയായിരുന്നു. ശിവൻ ബോട്ടിൻ്റെ വശങ്ങളിൽ മുറുകെ പിടിച്ചു. വയറിൻ്റെ ഉള്ളിൽ ഒരു പിടച്ചിൽ. ആദ്യമായി ആഴക്കടലിൻ്റെ ഗന്ധം അയാൾ അറിഞ്ഞു. ആ യാത്ര തൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണെന്ന് അപ്പോൾ അയാൾ അറിഞ്ഞിരുന്നില്ല. ബോട്ട് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ആകാശത്ത് നക്ഷത്രങ്ങൾ തെളിഞ്ഞു നിന്നു. ശിവമുരുകൻ ബോട്ടിലെ ഒരു മൂലയിൽ ഇരിക്കുകയായിരുന്നു. ചുറ്റും പരിചയസമ്പന്നരായ മത്സ്യത്തൊഴിലാളികൾ. അവർ തമാശകൾ പറഞ്ഞും ബീഡി വലിച്ചും ആ രാത്രിയെ നേരിട്ടു. പക്ഷെ ശിവന്റെ ഉള്ളിൽ മാത്രം ഒരുതരം അസ്വസ്ഥത പുകയുന്നുണ്ടായിരുന്നു. എന്താ ശിവണ്ണ, ഉറക്കം വരുന്നില്ലേ? അനിയൻ മുരുകൻ അരികിലേക്ക് വന്നു. ഇല്ലാടാ, ഈ കടലിൻ്റെ ഇരമ്പൽ കേൾക്കുമ്പോൾ എന്തോ ഒരു ഭയം. ശിവൻ സത്യം തുറന്നു പറഞ്ഞു. ഇതൊക്കെ ശീലമായിക്കോളും. കടൽ നമ്മളെ ഒന്നും ചെയ്യില്ല. നമ്മൾ അവളെ വിശ്വസിക്കണം. മുരുകൻ അവനെ സമാധാനിപ്പിച്ചു. പുലർച്ചെ 4:30 ബോട്ട് ഉൾക്കടലിലേക്ക് എത്തി. വലയെറിയാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. കടലിലെ പണികൾ ശിവനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ലോകമായിരുന്നു. കൂറ്റൻ വലകൾ വെള്ളത്തിലേക്ക് എറിയുന്നതും അത് യന്ത്രസഹായത്തോടെ വലിച്ചു കയറ്റുന്നതും അവൻ വിസ്മയത്തോടെ നോക്കി നിന്നു. ആദ്യത്തെ വലയിൽ തന്നെ നിറയെ അയലയും ചൂരയും കുടുങ്ങിയിരുന്നു. മീനുകൾ ഡെക്കിൽ വീണ് പിടയുന്നത് കണ്ടപ്പോൾ ശിവന്റെ ഉള്ളിലെ ഭയം പതുക്കെ മാറി. നോക്ക് ശിവണ്ണ, ഇത് നമ്മുടെ അന്നമാണ്. ഈ കടലമ്മ കനിയുന്നതാണ് നമ്മുടെ ജീവിതം. ബോട്ടിലെ മുതിർന്ന തൊഴിലാളിയായ ആന്റണി കയ്യിലിരുന്ന മീനിനെ ഉയർത്തിക്കാട്ടി പറഞ്ഞു. പകൽ മുഴുവനും നീണ്ട കഠിനമായ അധ്വാനമായിരുന്നു. വെയിലിൻ്റെ ചൂടിൽ ശരീരം ഉരുകുമ്പോഴും ബോട്ടിലെ സൗഹൃദങ്ങൾ ശിവനെ തളരാതെ കാത്തു. അവർ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു. ഉച്ച കഴിഞ്ഞതോടെ കടൽ അല്പം കൂടി പ്രക്ഷുബ്ധമായി. തിരമാലകളുടെ ഉയരം കൂടി വന്നു. എങ്കിലും വലിയൊരു ബോട്ടായതുകൊണ്ട് അവർക്ക് കാര്യമായ കുഴപ്പങ്ങളൊന്നും തോന്നിയില്ല. സന്ധ്യ ആയതോടെ ആന്റണി നിർദ്ദേശം നൽകി. ഇന്നത്തെ പണി മതിയാക്കാം, നമുക്ക് കരയിലേക്ക് തിരിക്കാം. എല്ലാവരും സന്തോഷത്തിലായി. നല്ലൊരു ലാഭം കിട്ടിയ സംതൃപ്തി എല്ലാവരിലും ഉണ്ടായിരുന്നു. ശിവനും സന്തോഷിച്ചു. നാളെ രാവിലെ വീട്ടിലെത്താം. മക്കൾക്ക് മധുരം വാങ്ങാം. ലക്ഷ്മിയോട് ഈ കടൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. അവൻ്റെ മനസ്സിൽ ചിന്തകൾ പൂത്തു. രാത്രി 8 മണിയായി. ബോട്ട് അതിവേഗം തീരത്തേക്ക് ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കടലാകെ ഇരുണ്ടിരുന്നു. ആകാശത്ത് ചന്ദ്രനില്ലാത്ത അമാവാസി രാത്രിയുടെ കറുപ്പ്. ബോട്ടിന്റെ മുകളിൽ ശുദ്ധവായു ശ്വസിക്കാനായി ശിവൻ പതുക്കെ എഴുന്നേറ്റു. അല്പം അകലെയായി ബോട്ടിന്റെ വശത്ത് നിന്നും കടലിലേക്ക് നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്നാണ് അത് സംഭവിച്ചത്. വലിയൊരു തിരമാല ബോട്ടിന്റെ വശത്ത് വന്ന് ആഞ്ഞടിച്ചു.
ബോട്ടൊന്ന് ചെരിഞ്ഞു. ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ ആഘാതത്തിൽ ശിവന്റെ ബാലൻസ് തെറ്റി. കയ്യിൽ പിടുത്തം കിട്ടുന്നതിന് മുമ്പേ അയാൾ വായുവിൽ ഉയർന്നു. മുരുക എന്ന് വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ശബ്ദം പുറത്തു വന്നില്ല. അടുത്ത നിമിഷം തണുത്തുറഞ്ഞ ഉപ്പുവെള്ളം ശിവനെ വിഴുങ്ങി. ആഴങ്ങളിലേക്ക് താഴ്ന്നു പോയപ്പോൾ ശിവൻ കൈകാലുകൾ ഇട്ടടിച്ചു. എങ്ങനെയൊക്കെയോ ജലപ്പരപ്പിന്റെ മുകളിലേക്ക് തലയുയർത്തി ചുറ്റും നോക്കി. ബോട്ട് ദൂരേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എഞ്ചിന്റെ ഗർജനം തിരമാലകളുടെ ഇരമ്പലിൽ ലയിക്കുന്നു. രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ, ശിവൻ ആവുന്നത്ര ഉച്ചത്തിൽ നിലവിളിച്ചു. പക്ഷെ ബോട്ടിന്റെ പിൻഭാഗത്തെ വെളിച്ചം അവനെ പരിഹസിച്ചുകൊണ്ട് ദൂരേക്ക് മാഞ്ഞുപോയി. ഇരുട്ടിൽ ഏകാന്തതയിൽ മരണം മണക്കുന്ന വലിയ കടലിന്റെ നടുവിൽ ശിവമുരുകൻ ഒറ്റപ്പെട്ടു. തണുത്തുറഞ്ഞ കടൽവെള്ളം ശരീരത്തിൽ തട്ടിയപ്പോൾ ശിവമുരുകന്റെ ശ്വാസം നിലച്ചു പോകുന്നത് പോലെ തോന്നി. ഒരു നിമിഷം മുമ്പ് വരെ കൂട്ടുകാരുടെ ചിരിയും എഞ്ചിന്റെ ശബ്ദവും ഉണ്ടായിരുന്ന സ്ഥാനത്തിപ്പോൾ ആർത്തുലയ്ക്കുന്ന തിരമാലകളുടെ ഇരമ്പൽ മാത്രം. മുരുക, ആന്റണി ചേട്ടാ, ശിവൻ ആവുന്നത്ര ഉച്ചത്തിൽ വിളിച്ചു. പക്ഷെ അവന്റെ ശബ്ദം കടൽക്കാറ്റിൽ ചിതറിപ്പോയി. ബോട്ട് ദൂരേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ബോട്ടിന്റെ പിൻഭാഗത്തെ ആ ചെറിയ ചുവന്ന വെളിച്ചം ഒരു നക്ഷത്രം പോലെ ചെറുതായി വരുന്നത് അവൻ കണ്ടു. ആ വെളിച്ചമാണ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന പ്രതീക്ഷയെന്ന് അവനറിയാമായിരുന്നു. അവൻ ആ വെളിച്ചത്തിന് പിന്നാലെ നീന്താൻ ശ്രമിച്ചു. പക്ഷേ ഭാരമേറിയ അവൻ്റെ നനഞ്ഞ വസ്ത്രങ്ങൾ അവനെ താഴേക്ക് വലിച്ചു. കടലിന് ആ രാത്രിയിൽ ഒരു പ്രേതത്തിൻ്റെ ഭാവമായിരുന്നു. ചന്ദ്രനില്ലാത്ത ആ അമാവാസി രാത്രിയിൽ ആകാശം കടലിലേക്ക് ഇറങ്ങി വന്നതുപോലെ തോന്നി. എവിടെയാണ് കരയെന്നോ എവിടെയാണ് ആഴമെന്നോ തിരിച്ചറിയാൻ കഴിയാത്ത അത്രയും കനത്ത ഇരുട്ട്. എല്ലാവരും കൂടെയുണ്ടല്ലോ, അവരിപ്പോൾ തിരിച്ചറിയും, ബോട്ടിപ്പോൾ തിരിക്കും. ശിവൻ സ്വയം സമാധാനിക്കാൻ ശ്രമിച്ചു. മിനിറ്റുകൾ ഓരോന്നായി കടന്നുപോയി. ബോട്ടിൻ്റെ വെളിച്ചം പൂർണ്ണമായും അപ്രത്യക്ഷമായി. ഇപ്പോൾ താൻ മാത്രമാണ് ഇവിടെയുള്ളത്. തനിക്ക് താഴെ മൈലുകളോളം ആഴമുള്ള കടൽ. അതിനുള്ളിൽ എന്തൊക്കെയോ ഉണ്ടാകാം. വലിയ സ്രാവുകളോ അതോ മറ്റു ഭീകരജീവികളോ. ചിന്തകൾ അവനെ വല്ലാതെ ഭയപ്പെടുത്തി. ഓരോ തവണ കാല് വെള്ളത്തിൽ താഴ്ത്തുമ്പോഴും താഴെ നിന്നും എന്തോ ഒന്ന് തന്നെ പിടിച്ചു വലിക്കുന്നതായി അവന് തോന്നി. അതേസമയം ബോട്ടിൻ്റെ ഉള്ളിൽ പണികളെല്ലാം കഴിഞ്ഞ് മുരുകൻ ശിവനെ അന്വേഷിക്കുകയായിരുന്നു. ശിവാണ്ണൻ എവിടെ പോയി? മുകളിൽ കാണുന്നില്ലല്ലോ, മുരുകൻ പരിഭ്രമത്തോടെ ചോദിച്ചു. ബോട്ടിലുണ്ടായിരുന്നവർ ടോർച്ചടിച്ചു നോക്കി. ആരും ശിവനെ കണ്ടില്ല. ആന്റണിയുടെ മുഖം വിളറി. എടാ, അവൻ വെള്ളത്തിൽ വീണ് കാണുമോ? ആന്റണിയുടെ ചോദ്യം കേട്ടപ്പോൾ മുരുകന്റെ ഉള്ളിൽ ഒരു കൊള്ളിമീൻ പാഞ്ഞു. ബോട്ട് തിരിക്കേ, പെട്ടെന്ന് തിരിക്കേ, മുരുകൻ നിലവിളിച്ചു. പെട്ടെന്ന് വന്ന വഴിയിലേക്ക് തന്നെ തിരിച്ചു. അവർ ആവുന്നത്ര വേഗത്തിൽ ശിവൻ വീഴാൻ സാധ്യതയുള്ള സ്ഥലത്തേക്ക് പാഞ്ഞു. വലിയ ടോർച്ചുകൾ കടലിന്റെ ഉപരിതലത്തിൽ പ്രകാശം ചൊരിഞ്ഞു. ദൂരെ ഒരു വെളിച്ചം കണ്ടപ്പോൾ ശിവന്റെ ഉള്ളിൽ പ്രതീക്ഷയുടെ കതിരുകൾ വിരിഞ്ഞു. അവൻ കൈകൾ ഉയർത്തി വീശി. ഞാനിവിടെയുണ്ട്, ഇങ്ങോട്ട് നോക്കൂ, അവൻ തൻ്റെ തൊണ്ട കീറി നിലവിളിച്ചു. പക്ഷേ കടൽ അവിടെ ഒരു ചതി ഒരുക്കി വച്ചിരുന്നു. കാറ്റും കനത്ത അടിയൊഴുക്കും ശിവനെ ബോട്ട് വരുന്ന ദിശയിൽ നിന്നും തികച്ചും വിപരീതമായ ഭാഗത്തേക്ക് തള്ളിക്കളഞ്ഞു. ബോട്ട് കടന്നുപോയത് ശിവൻ നിൽക്കുന്നിടത്ത് നിന്നും ഏകദേശം 1 കിലോമീറ്റർ അകലെ കൂടിയാണ്. ഇരുട്ടിൽ തിരമാലകൾക്കിടയിൽ പൊങ്ങിയും താഴ്ന്നും കിടക്കുന്ന ആ ചെറിയ മനുഷ്യരൂപം കണ്ടെത്താൻ ആ വലിയ ടോർച്ച് വെളിച്ചത്തിന് കഴിഞ്ഞില്ല. മണിക്കൂറുകളോളം അവർ തിരഞ്ഞു. ഇന്ധനം തീരാറായതോടെ ആന്റണിക്ക് ബോട്ട് കരയിലേക്ക് തിരിക്കേണ്ടി വന്നു. മുരുകൻ ബോട്ടിന്റെ തറയിൽ തകർന്നിരുന്ന് കരഞ്ഞു. ശിവൻ കണ്ടു തന്നെ തിരയാൻ വന്ന ബോട്ട് പതുക്കെ ദൂരേക്ക് മറയുന്നത്. ആ നിമിഷം അവൻ്റെ ഉള്ളിൽ പ്രത്യാശയുടെ അവസാന തിരുനാളവും അണഞ്ഞുപോയി. ദൈവമേ, ഞാനിനി തിരിച്ചു വരില്ലേ? ആ കരിനീല രാത്രിയുടെ ഏകാന്തതയിൽ മരണം കാത്തിരുന്ന ആ വലിയ കടലിൽ ശിവമുരുകൻ പൊട്ടിക്കരഞ്ഞു. ചുറ്റും ഇരുട്ട് മാത്രം, ഭയാനകമായ ഇരുട്ട്. ബോട്ടിന്റെ അവസാനത്തെ പ്രകാശകിരണവും ചക്രവാളത്തിൽ മാഞ്ഞതോടെ ആ ലോകത്ത് ശിവൻ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. ചുറ്റിലും ഇരമ്പുന്ന കടൽ മാത്രം. ആ അമാവാസി രാത്രിയുടെ ഇരുട്ട് ഒരു പ്രത്യേക ഭാരമുള്ളതുപോലെ അവന് തോന്നി. വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങിക്കിടക്കാൻ കൈകാലുകൾ അനക്കുമ്പോഴെല്ലാം അവൻ്റെ പേശികൾ വേദന കൊണ്ട് പൊളഞ്ഞു. കരയരുത്, കരഞ്ഞാൽ ഉള്ള കരുത്തുകൂടി ചോർന്നു പോകും, അവൻ പല്ലുറുമി സ്വയം പറഞ്ഞു. രാത്രിയുടെ നിശബ്ദതയിൽ കടലിന് മറ്റൊരു സ്വരമായിരുന്നു. തിരമാലകൾ ഓരോന്നായി വന്ന് മുഖത്തടിക്കുമ്പോൾ ഉപ്പുവെള്ളം കണ്ണിനെ നീറ്റിച്ചു. ഇടയ്ക്കിടെ അടിയൊഴുക്കുകൾ അവൻ്റെ കാലുകളെ താഴേക്ക് പിടിച്ചു വലിച്ചു. കടലിൻ്റെ അഗാധതയിൽ എന്തോ ഒന്ന് തന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന ഭയം അവനെ വേട്ടയാടി. ആഴങ്ങളിൽ വിശന്നു വലയുന്ന സ്രാവുകളെക്കുറിച്ചും ഭീകരരൂപികളായ കടൽ ജീവികളെക്കുറിച്ചും അവൻ കേട്ട കഥകൾ ഓരോന്നായി ഓർമ്മയിൽ തെളിഞ്ഞു. പെട്ടെന്ന് തൻ്റെ കാലിൽ എന്തോ ഒന്ന് തട്ടിയതായി ശിവന് തോന്നി. വഴുക്കലുള്ള തണുത്തൊരു സ്പർശനം. അവൻ പരിഭ്രാന്തനായി വെള്ളത്തിൽ ആഞ്ഞടിച്ചു. അയ്യോ, രക്ഷിക്കണേ! പക്ഷേ അതൊരു ചെറിയ കടൽ ചെടിയോ അല്ലെങ്കിൽ ഒഴുകി വന്ന തടിക്കഷ്ണമോ മാത്രമായിരുന്നു. ആ ഭയം അവൻ്റെ ശരീരത്തിലെ ഊർജം വലിയ തോതിൽ കുറച്ചു കളഞ്ഞു. മണിക്കൂറുകൾ നീങ്ങുന്നതിനനുസരിച്ച് തണുപ്പ് അവൻ്റെ അസ്ഥികളിലേക്ക് പടർന്നു. ശരീരം വിറയ്ക്കാൻ തുടങ്ങി. ധരിച്ചിരുന്ന നനഞ്ഞ ടീഷർട്ട് ഇപ്പോൾ കല്ലിൻ്റെ ഭാരമുള്ളതുപോലെ തോന്നി.
ഓരോ തവണ കൈ ഉയർത്തുമ്പോഴും ആ തുണി അവനെ താഴേക്ക് വലിക്കുകയായിരുന്നു. ജീവൻ നിലനിർത്താൻ മറ്റൊരു വഴിയില്ലെന്ന് കണ്ടപ്പോൾ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് അവൻ തൻ്റെ ടീഷർട്ട് ഊരിമാറ്റി കടലിലേക്ക് ഒഴുക്കിവിട്ടു. ഇപ്പോൾ തണുത്ത കാറ്റ് അവൻ്റെ നഗ്നമായ നെഞ്ചിൽ ആഞ്ഞു പതിച്ചു. ആ തണുപ്പ് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ലക്ഷ്മി, മക്കളെ, അവൻ അറിയാതെ വിളിച്ചുപോയി. തൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് ഈ സമയം ലക്ഷ്മി ഉറങ്ങാതെ തന്നെയും കാത്തിരിക്കുകയായിരിക്കുമെന്ന് അവനറിയാം. മക്കൾ അച്ഛൻ കൊണ്ടുവരുന്ന മിഠായിയെക്കുറിച്ച് സ്വപ്നം കണ്ട് ഉറങ്ങുന്നുണ്ടാകാം. അവരുടെ മുഖങ്ങൾ ഓർമ്മയിൽ തെളിഞ്ഞപ്പോൾ ശിവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ആ കണ്ണീരും കടൽ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നു. പെട്ടെന്ന് ദൂരെ മറ്റൊരു വെളിച്ചം. ശിവൻ കണ്ണുകൾ തിരുമ്മി നോക്കി. അതെ, അത് തപ്പി വരുന്ന ഒരു ബോട്ട് തന്നെയാണ്. ശിവനെ തപ്പി വരുന്നവർ തന്നെ. ഇത്തവണ ഒന്നല്ല, 2 or 3 ബോട്ടുകൾ. തൻ്റെ സഹോദരൻ കൂടുതൽ ആളുകളുമായി തിരിച്ചു വന്നിരിക്കുന്നു. ശിവൻ്റെ ഉള്ളിൽ ഒരു ഊർജ്ജ പ്രവാഹമുണ്ടായി. അവൻ ആഞ്ഞു നീന്തി. ഞാനിവിടെയുണ്ട്, ഇങ്ങോട്ട് നോക്കൂ. അവൻ ആവുന്നത്ര ഉച്ചത്തിൽ നിലവിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ വിധി വീണ്ടും അവനെ ചതിച്ചു. മണിക്കൂറുകളോളം ഉപ്പുവെള്ളത്തിൽ കിടന്നതുകൊണ്ടും ഭയന്നതുകൊണ്ടും അവൻ്റെ ശബ്ദം പുറത്തു വന്നില്ല. തൊണ്ടയിൽ നിന്നും ഒരു നേർത്ത കരച്ചിൽ മാത്രമാണ് ഉയർന്നത്. ബോട്ടിലെ ശക്തമായ സെർച്ച് ലൈറ്റുകൾ കടൽ പരപ്പിലൂടെ പാഞ്ഞുപോയി. ഒരു നിമിഷം ആ വെളിച്ചം ശിവൻ്റെ തൊട്ടടുത്ത് വരെ എത്തിയതാണ്. പക്ഷേ അലകടലിലെ തിരമാലകൾക്കിടയിൽ പൊങ്ങിക്കിടക്കുന്ന ആ ചെറിയ തല തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല. തൻ്റെ കൺമുന്നിലൂടെ രക്ഷാസംഘം കടന്നു പോകുന്നത് അവൻ നോക്കി നിന്നു. അവർ അവനെ തിരയുന്നു, പക്ഷെ അവർക്ക് അവനെ കാണാൻ കഴിയുന്നില്ല. അവനാണെങ്കിലോ അവരെ കാണാനും പറ്റുന്നുണ്ട്. ആ ബോട്ടുകൾ പതുക്കെ അകന്നുപോയി. കടൽ വീണ്ടും നിശബ്ദമായി. ആ നിമിഷം ആ വലിയ കടലിൻ്റെ നടുവിൽ വെച്ച് ശിവമുരുകൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. ഈ രാത്രിയിൽ ഇനി ആരും വരില്ല. നേരം വെളുക്കുന്നതുവരെ, സൂര്യോദയം വരെ താൻ തനിയെ പോരാടണം. മരണത്തിൻ്റെ തണുപ്പിൽ നിന്നും ജീവിതത്തിൻ്റെ തീരത്തേക്ക് അവന് ഇനിയും ഒരുപാട് ദൂരം നീന്താനുണ്ടായിരുന്നു. രാത്രിയുടെ 2ാം യാമം പിന്നിടുമ്പോൾ കടൽ കൂടുതൽ ക്രൂരമായി തുടങ്ങി. ആകാശത്തെ കറുത്ത മേഘങ്ങൾക്കിടയിലൂടെ നേർത്ത നക്ഷത്ര വെളിച്ചം പോലും കാണാനില്ല. ശിവമുരുകൻ്റെ ശരീരം തണുത്തുറഞ്ഞ് മരവിച്ചു പോയിരിക്കുന്നു. കൈകാലുകൾ ചലിക്കുന്നത് ഒരു യന്ത്രം പ്രവർത്തിക്കുന്നത് പോലെ കഠിനമായി മാറി. ഓരോ സെക്കൻഡിലും അവൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു, നിർത്താം, ഇനി വയ്യ, നമുക്ക് താഴേക്ക് പോകാം. പക്ഷേ മക്കളുടെ മുഖം ഓർമ്മ വരുമ്പോൾ അവൻ വീണ്ടും വെള്ളത്തിലാഞ്ഞു. ഈ സമയത്താണ് അവൻ ആ വലിയ ചതി തിരിച്ചറിഞ്ഞത്. താൻ നീന്തുന്നത് കരയിലേക്കല്ല, മറിച്ച് കടൽ തന്നെ പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നു. അടിയൊഴുക്കുകൾ അവനെ ഒരു കളിപ്പാവയെപ്പോലെ ദൂരേക്ക് കൊണ്ടുപോകുന്നു. അതിനിടയിലാണ് ശരീരത്തെ തളർത്തുന്ന മറ്റൊരു ശത്രു കടന്നു വന്നത്. ദാഹം. ചുറ്റും കോടിക്കണക്കിന് ലിറ്റർ വെള്ളമുണ്ട്, പക്ഷെ അതിൽ ഒരു തുള്ളി പോലും കുടിക്കാൻ കഴിയില്ല. ഉപ്പുകാറ്റ് അടിച്ചു തുടങ്ങി അവൻ്റെ നാവ് തൊണ്ടയിൽ ഒട്ടിപ്പിടിച്ചു. സഹിക്കാൻ കഴിയാത്ത ദാഹം വന്നപ്പോൾ നിയന്ത്രണം വിട്ടവൻ ഒരു കൈക്കുമ്പിൽ കടൽ വെള്ളം എടുത്തു കുടിച്ചു. ആ നിമിഷം തന്നെ അവനത് തിരിച്ചറിഞ്ഞു. അതൊരു വലിയ അബദ്ധമായിരുന്നു. തൊണ്ടയിലൂടെ ആ ഉപ്പുവെള്ളം ഇറങ്ങിയപ്പോൾ മുളകുപൊടി വാരി വായിലേക്ക് ഇട്ടതുപോലെ പൊള്ളി. ഉപ്പ് അവൻ്റെ ആന്തരിക അവയവങ്ങളെ നശിപ്പിക്കാൻ തുടങ്ങി. മിനിറ്റുകൾക്കുള്ളിൽ ദാഹം ഇരട്ടിയായി. മുമ്പ് നീന്തിയപ്പോൾ അല്പം വെള്ളം കൂടി അകത്തു പോയത് കാരണം അവൻ്റെ തൊണ്ടയിൽ ചെറിയ മുറിവുകൾ വീണിരുന്നു. ആ മുറിവുകളിൽ ഉപ്പ് തട്ടുമ്പോൾ അവൻ വേദന കൊണ്ട് പുളഞ്ഞു. വെള്ളം, അല്പം ശുദ്ധജലം. അവൻ വെറി പിടിച്ചതുപോലെ മന്ത്രിച്ചു. പെട്ടെന്ന് അവൻ ദൂരെ മറ്റൊരു കാഴ്ച കണ്ടു. ആകാശത്തിൻ്റെ അറ്റത്ത് ഒരു ചെറിയ വെളിച്ചം. അത് ബോട്ടല്ല, നക്ഷത്രമല്ല, അതൊരു കപ്പലാണ്. ഒരു കൂറ്റൻ ചരക്ക് കപ്പൽ മല പോലെ ദൂരത്തിലൂടെ നീങ്ങുന്നു. അതിൻ്റെ വശങ്ങളിലെ വെളിച്ചം കടൽപ്പരപ്പിൽ പ്രതിഫലിക്കുന്നുണ്ട്. ശിവൻ സർവ്വശക്തിയും എടുത്ത് അങ്ങോട്ട് നീന്താൻ ശ്രമിച്ചു. അവർ കാണും, വലിയ കപ്പലല്ലേ, അവർ രക്ഷിക്കും. പക്ഷെ ആ കപ്പൽ ഒരു നഗരം പോലെ അവനെ കടന്നുപോയി. അത്രയും ഉയരത്തിൽ നിന്നും താഴെ കടലിൽ ഒരു മനുഷ്യൻ കിടന്ന് പിടയുന്നത് കാണാൻ ആർക്കും കഴിയില്ല. കപ്പലുണ്ടാക്കിയ വലിയ തിരമാലകൾ ശിവനെ വെള്ളത്തിൻ്റെ അടിയിലേക്ക് താഴ്ത്തി. മൂക്കിലൂടെയും വായിലൂടെയും ഉപ്പുവെള്ളം അകത്തേക്ക് ഇരച്ചു കയറി. അവൻ ശ്വാസം കിട്ടാതെ പിടഞ്ഞു. ഏതാണ്ട് 1 മിനിറ്റോളം അവൻ വെള്ളത്തിൻ്റെ അടിയിലായിരുന്നു. ഒടുവിൽ മരണത്തെ തോൽപ്പിച്ചവൻ വീണ്ടും ഉപരിതലത്തിലേക്ക് ഉയർന്നു വന്നു. ഇതച്ചുകൊണ്ട് അവൻ ആകാശത്തേക്ക് നോക്കി. അവിടെ ഇതാ വെളിച്ചം പടരുന്നു. കറുത്ത ആകാശം പതുക്കെ നീലയാകുന്നു. കിഴക്ക് സൂര്യൻ ഉദിക്കാൻ തുടങ്ങുന്നു. നേരം വെളുക്കുന്നു. ശിവന്റെ ഉള്ളിൽ ഒരു ആശ്വാസം പടർന്നു. പകൽ വെളിച്ചത്തിൽ തന്നെ ആരെങ്കിലും കാണാതിരിക്കില്ല. പക്ഷെ ആ സൂര്യോദയം തനിക്ക് നൽകാൻ പോകുന്നത് മറ്റൊരു അഗ്നി പരീക്ഷയാണെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. രാത്രിയിലെ തണുപ്പിനേക്കാൾ ഭീകരമായ ഉച്ചവെയിൽ അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ശിവമുരുകൻ പതുക്കെ കണ്ണുകളടച്ചു. ഒരു നിമിഷം, വെറും ഒരു നിമിഷം അവൻ തൻ്റെ ഗ്രാമത്തിലെ കുളത്തിൽ കുളിക്കുന്നത് സ്വപ്നം കണ്ടു. ആ തണുത്ത മധുരജലം പെട്ടെന്നൊരു വലിയ തിരമാല അവൻ്റെ മുഖത്തടിച്ചു. അവൻ വീണ്ടും റിയാലിറ്റിയിലേക്ക് ഉണർന്നു. പോരാട്ടം തുടരുക തന്നെ വേണം. കിഴക്കൻ ചക്രവാളത്തിൽ കുങ്കുമം വിതറിക്കൊണ്ട് സൂര്യൻ ഉദിച്ചുയർന്നു. പ്രകാശത്തിൻ്റെ ആദ്യ കിരണങ്ങൾ കടൽപ്പരപ്പിൽ തട്ടിയപ്പോൾ അത് ശിവമുരുകന് വലിയൊരു ആശ്വാസമായി തോന്നി.
രാത്രിയിലെ കഠിനമായ തണുപ്പിൽ നിന്നും തന്നെ വേട്ടയാടിയ ഇരുട്ടിൽ നിന്നും മോചനം. പക്ഷേ ആ ആശ്വാസത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. സമയം 10 മണി പിന്നിട്ടതോടെ കടൽ മറ്റൊരു ഭാവം കൈകൊണ്ടു. രാത്രിയിൽ തന്നെ വിറപ്പിച്ച തണുപ്പ് മാഞ്ഞ് പകരം ചുട്ടുപൊള്ളുന്ന വെയിൽ ആകാശത്ത് നിന്ന് മാഞ്ഞടിച്ചു. ഒരു തരി തണൽ പോലുമില്ലാതെ ആ അഗാധ നീലിമയിൽ ശിവൻ ഒരു ചെറിയ ബിന്ദുവായി മാറി. ഉപ്പുവെള്ളത്തിൽ മണിക്കൂറുകളോളം കിടന്നതുകൊണ്ട് അവൻ്റെ ചർമ്മം മൃദുവാവുകയും വെയിൽ തട്ടി പൊള്ളുകയും ചെയ്തു. ഓരോ തിരമാലയും വന്ന് ശരീരത്തിൽ തട്ടുമ്പോൾ ആസിഡ് ഒഴിച്ചതുപോലെ അവൻ വേദനിച്ചു. ഇന്ന് ഞായറാഴ്ചയാണ്. പെട്ടെന്ന് അവൻ ആ സത്യമോർത്തു. മത്സ്യത്തൊഴിലാളികളുടെ ഇടയിലെ ഒരു വലിയ അലിഖിത നിയമമുണ്ട്. ഞായറാഴ്ച ഭൂരിഭാഗം പേരും കടലിൽ പോകില്ല. അതായത് ഇന്ന് തന്നെ ആരെങ്കിലും കണ്ടെത്താനുള്ള സാധ്യത വളരെ കുറവാണ്. ആ ചിന്ത അവനെ മാനസികമായി തളർത്തി. ദാഹം ഇപ്പോൾ അവനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. തൊണ്ടയിൽ മുനയുള്ള കല്ലുകൾ തട്ടുന്നത് പോലെ തോന്നി. വായ തുറന്നാൽ ഉപ്പുകാറ്റുള്ളിലേക്ക് കയറി ശ്വാസനാളം ഉണക്കുന്നു. അവൻ തൻ്റെ നാവ് കൊണ്ട് ചുണ്ടുകൾ നനയ്ക്കാൻ ശ്രമിച്ചു. പക്ഷേ ഉപ്പുരസം കാരണം ചുണ്ടുകൾ വിണ്ടു കീറി രക്തം വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവൻ ദൂരെ ഒരു കാഴ്ച കണ്ടു. ഒരു തെങ്ങ്. അതെ, ദൂരെ വെള്ളത്തിലൊരു തെങ്ങ് ഒഴുകി നടക്കുന്നു. കര 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 അടുത്തുണ്ട്. അവൻ ആവേശത്തോടെ അങ്ങോട്ട് നീന്തി. ഏകദേശം അരമണിക്കൂർ കഷ്ടപ്പെട്ട് നീന്തി ആ തെങ്ങിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് അവൻ ഞെട്ടിയത്. അത് വെറും ഒരു തെങ്ങായിരുന്നില്ല. ഒരു വലിയ തടിക്കഷ്ണത്തിൽ ഒട്ടിപ്പിടിച്ച കടൽ പായലുകൾ മാത്രമായിരുന്നു. ദൂരെ കാഴ്ചയിൽ തോന്നിയൊരു തോന്നൽ മാത്രമാണത്. എങ്കിലും അവൻ ആ തടിക്കഷ്ണത്തിൽ മുറുകെ പിടിച്ചു. കൈകാലുകൾക്ക് അല്പം വിശ്രമം നൽകാൻ അത് സഹായിച്ചു. പക്ഷേ ആ തടിക്കഷ്ണത്തിൽ ധാരാളം ചെറിയ കടൽ ജീവികളുണ്ടായിരുന്നു. അവ അവൻ്റെ നഗ്നമായ നെഞ്ചിലും കൈകളിലും കടിക്കാൻ തുടങ്ങിയതോടെ അവനത് ഉപേക്ഷിക്കേണ്ടി വന്നു. ശരീരം തളർന്നു തുടങ്ങിയിരിക്കുന്നു. കൈകൾ ഉയർത്താൻ പോലും വയ്യ. അവൻ വെള്ളത്തിന് മുകളിൽ മലർന്നു കിടന്നു. ആകാശത്തേക്ക് നോക്കി അവൻ പ്രാർത്ഥിച്ചു. ദൈവമേ, എൻ്റെ മക്കളെ ഓർത്തെങ്കിലും എന്നെ ഒന്ന് കരക്കെത്തിക്കണമേ. പെട്ടെന്ന് വെള്ളത്തിൻ്റെ അടിയിൽ നിന്നും എന്തോ ഒന്ന് അവൻ്റെ കാലിൽ ആഞ്ഞു വലിച്ചു. അവൻ ഞെട്ടിപ്പിടഞ്ഞ് വെള്ളത്തിലേക്ക് നോക്കി. നീല നിറത്തിലുള്ള ഭീമാകാരമായൊരു രൂപം തൻ്റെ താഴെ കൂടി നീന്തിപ്പോകുന്നത് അവൻ കണ്ടു. സ്രാവായിരിക്കും. അവൻ്റെ ഹൃദയം പടപടായിടിച്ചു. അവൻ ശ്വാസം അടക്കി പിടിച്ച് നിശ്ചലനായി കിടന്നു. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം അത് ദൂരേക്ക് മറഞ്ഞു. അതൊരു വലിയ മീനായിരുന്നിരിക്കാം. പക്ഷെ ആ നിമിഷം മരണത്തിൻ്റെ തണുപ്പ് കൈകൾ തൻ്റെ കഴുത്തിൽ മുറുകുന്നതായി ശിവൻ അനുഭവിച്ചു. ഉച്ച കഴിഞ്ഞതോടെ വെയിൽ സഹിക്കാനാവാത്ത അവസ്ഥയിലായി. വെള്ളം തിളയ്ക്കുന്നത് പോലെ അവന് തോന്നി. കണ്ണ് തുറക്കാൻ പോലും വയ്യ. ഉപ്പുവെള്ളം കണ്ണിൻ്റെ ഉള്ളിൽ കയറി കാഴ്ചകൾ മങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. ദൂരെ വെളുത്ത നിറത്തിൽ എന്തോ ഒന്ന് പൊങ്ങിക്കിടക്കുന്നത് അവൻ കണ്ടു. അതൊരു ബോട്ടാണോ അതോ വെറുമൊരു വെളുത്ത പതയോ? അവനാവുന്നത്ര കണ്ണുകൾ ഇടുക്കി നോക്കി. അവൻ്റെ കാഴ്ചശക്തി അവനെ ചതിക്കുകയാണോ അതോ മനസ്സ് കാണിക്കുന്ന വെറും തോന്നലുകളാണോ? പ്രത്യാശയും നിരാശയും മാറി മാറി വരുന്ന ആ ഉച്ചസമയത്ത് ശിവമുരുകൻ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടം തുടരുകയായിരുന്നു. സൂര്യൻ പടിഞ്ഞാറോട്ട് ചായുമ്പോഴേക്കും ശിവമുരുകൻ്റെ ശരീരം അതിൻ്റെ പരമാവധി പരിധിയിലെത്തിയിരുന്നു. വിശപ്പും ദാഹവും ഇപ്പോൾ വേദനകളായി മാറിയിരിക്കുന്നു. വയറിൻ്റെ ഉള്ളിൽ ചുട്ടുപഴുത്ത ഇരുമ്പുതണ്ട് കയറ്റിയതുപോലെ ഒരു അനുഭവം. പക്ഷേ ആ വേദനയേക്കാൾ ഭീമാകാരമായ മറ്റൊരു ശത്രു അവനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നത് അവൻ അറിഞ്ഞിരുന്നില്ല. പെട്ടെന്നാണ് കൈകളിൽ കുത്തുന്നതുപോലെ ഒരു വേദന അവൻ അനുഭവപ്പെട്ടത്. 100 കണക്കിന് തേനീച്ചകൾ ഒരേ സമയം കുത്തുന്നതുപോലെ. അവൻ ഞെട്ടിപ്പിടഞ്ഞ് വെള്ളത്തിലേക്ക് നോക്കി. തൻ്റെ ചുറ്റും നീലയും പിങ്ക് നിറവുമുള്ള നൂല് പോലെ നീളമുള്ള കൈകളുള്ള 100 കണക്കിന് കുഞ്ഞു ജീവികൾ. അതെ, കടൽ ചൊറികൾ, അതായത് ജെല്ലി ഫിഷ്. ശിവൻ അലറിപ്പോയി. കടലിലെ ഏറ്റവും വലിയ വില്ലന്മാരാണ് ഈ ജെല്ലി ഫിഷുകൾ. അവയുടെ നീളമുള്ള സ്പർശിനികൾ ശരീരത്തിൽ തട്ടിയാൽ അസഹനീയമായ ചൊറിച്ചിലും വേദനയും അനുഭവപ്പെടും. ചിലയിടങ്ങളിൽ തൊലി പൊളിഞ്ഞു പോകും. ശിവൻ കൈകാലുകൾ ആഞ്ഞടിച്ച് അവയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ കടൽ മുഴുവനും അവ വ്യാപിച്ചു കിടക്കുകയായിരുന്നു. ഓരോ തവണ കൈ വീശുമ്പോഴും അവൻ കൂടുതൽ ജെല്ലി ഫിഷിലേക്ക് ചെന്നു വീണു. നെഞ്ചിലും വായിലും കാലുകളിലും ആ വിഷമുള്ള കൈകൾ തഴുകിയതോടെ ശിവന്റെ ബോധം മറഞ്ഞു പോകുന്നത് പോലെ തോന്നി. ശരീരം തളർന്നു. വേദന സഹിക്കാൻ കഴിയാതെ അവൻ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയി. അല്പനേരം ആ തണുത്ത ആഴങ്ങളിൽ കിടന്നപ്പോൾ വേദനയ്ക്ക് ചെറിയൊരു ശമനം തോന്നിയെങ്കിലും ശ്വാസം മുട്ടിയപ്പോൾ അവൻ വീണ്ടും മുകളിലേക്ക് ഉയർന്നു വന്നു. എന്നെ കൊന്നു തന്നൂടെ ദൈവമേ, അവൻ കരഞ്ഞു. പക്ഷേ ശബ്ദം പുറത്തു വന്നില്ല. തൊണ്ടയിലെ മുറിവുകളിൽ ഉപ്പുവെള്ളം തട്ടുമ്പോൾ വീണ്ടും കണ്ണുകളിൽ ഇരുട്ട് കയറി. നേരം വൈകുന്നേരമായി. ആകാശം ചുവന്നു തൊടുത്തു. പക്ഷികൾ കൂട്ടമായി കര ലക്ഷ്യമാക്കി പറക്കുന്നത് അവൻ കണ്ടു. അല്പം മുമ്പ് വരെ തന്നെ പൊള്ളിച്ച സൂര്യൻ ഇപ്പോൾ കടലിലേക്ക് താഴ്ന്നു പോവുകയാണ്. അതോടെ ശിവന്റെ ഉള്ളിലെ പ്രതീക്ഷയും താഴ്ന്നു തുടങ്ങി. മറ്റൊരു രാത്രി കൂടി ഈ ആഴക്കടലിൽ തനിക്ക് ജീവനോടെ ഇരിക്കാൻ കഴിയില്ലെന്ന് അവന് ഉറപ്പായിരുന്നു. ഈ സമയത്താണ് കടലിലെ തിരമാലകൾക്ക് വേഗത കൂടിയത്. കന്യാകുമാരിയുടെ തെക്കൻ സമുദ്രത്തിലെ ആ ഭീമാകാരമായ തിരമാലകൾ, ആ മോൺസ്റ്റർ വേവ്സ് അവനെ ഒരു പന്ത് പോലെ ആകാശത്തേക്ക് എറിയുകയും താഴെ കടലിലേക്ക് അടിക്കുകയും ചെയ്തു. ഓരോ അടിയിലും അസ്ഥികൾ തകരുന്നത് പോലെ അവന് തോന്നി.
പെട്ടെന്ന് അവൻ ദൂരെ ഒരു നിഴൽ കണ്ടു. കറുത്ത നിറത്തിലുള്ള ഒരു വസ്തു വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്നു. അതൊരു ബോട്ടല്ല, ഒരു വലിയ തിമിംഗലമായിരിക്കുമോ, അതോ മറിഞ്ഞു കിടക്കുന്ന ബോട്ടാണോ? ശിവൻ ആവുന്നത്ര ശക്തി സംഭരിച്ച് അങ്ങോട്ട് നീന്തി. അടുത്തെത്തിയപ്പോഴാണ് അതെന്താണെന്ന് അവൻ തിരിച്ചറിഞ്ഞത്. അതൊരു പഴയ പ്ലാസ്റ്റിക് ക്യാനായിരുന്നു. ആരോ കടലിലേക്കെറിഞ്ഞ ഒരു വലിയ കറുത്ത ക്യാൻ. അത് കണ്ടപ്പോൾ ശിവന്റെ കണ്ണുകളിൽ തിളക്കം വന്നു. അതവന് പിടിച്ചു നിൽക്കാൻ ഒരു താങ്ങായി മാറും. അവൻ ആഞ്ഞു നീന്തി ആ ക്യാനിൽ മുറുകെ പിടിച്ചു. ആ നിമിഷം അവന് കിട്ടിയത് ഒരു പുതിയ ജന്മമായിരുന്നു. കൈകൾ അല്പം വിശ്രമം കിട്ടിയതോടെ അവൻ ആ ക്യാനിൻ്റെ മുകളിൽ നെഞ്ചമർത്തി കിടന്നു. പക്ഷേ സന്തോഷം അധിക നേരം നീണ്ടു നിന്നില്ല. സൂര്യൻ പൂർണ്ണമായും മറഞ്ഞു. ആഴക്കടലിലെ രണ്ടാമത്തെ രാത്രി ആരംഭിച്ചു. കാറ്റിന് വേഗത കൂടി. തിരമാലകൾ കൂടുതൽ ഉയരത്തിൽ അടിക്കാൻ തുടങ്ങി. കയ്യിലുള്ള പ്ലാസ്റ്റിക് കഷ്ണം എത്ര നേരം തന്നെ താങ്ങുമെന്ന് അവനറിയില്ലായിരുന്നു. ലക്ഷ്മി, മക്കളെ, അച്ഛൻ വരും, ഉറപ്പായും വരും. അവൻ ഇരുട്ടിലേക്ക് നോക്കി മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ദൂരെ ഒരു മിന്നൽ പിണർ കണ്ടതോടെ അവൻ്റെ ഉള്ളിലെ ഭയം വീണ്ടും ഇരട്ടിച്ചു. മഴ പെയ്യാൻ തുടങ്ങുകയാണോ? കടലിലെ മഴ മരണത്തിൻ്റെ മുന്നോടിയാണെന്ന് ഓരോ മത്സ്യത്തൊഴിലാളിക്കും അറിയാം. ആകാശത്ത് അക്കമിട്ട് മിന്നലുകൾ തെളിഞ്ഞു. കറുത്തിരണ്ട മേഘങ്ങൾ കടലിൻ്റെ ഉപരിതലത്തോട് തൊട്ടുരുമി നിൽക്കുന്നത് പോലെ. ശിവമുരുകൻ ആ പഴയ പ്ലാസ്റ്റിക് കനലിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ്. അവൻ്റെ കൈവിരലുകൾ മരവിച്ച് ആ ക്യാനിൻ്റെ അരികുകളോട് ഒട്ടിപ്പോയതുപോലെ തോന്നി. പെട്ടെന്നാണ് കടൽ ശാന്തമായത്. ഒരു ഭീകരമായ നിശബ്ദത. കാറ്റ് നിലച്ചു. പക്ഷെ ആ നിശബ്ദത ഒരു വലിയ കൊടുങ്കാറ്റിന് മുന്നോടിയാണെന്ന് ഓരോ മത്സ്യത്തൊഴിലാളിയെയും പോലെ ശിവനും അറിയാമായിരുന്നു. സെക്കൻഡുകൾക്കുള്ളിൽ ആകാശത്തിൻ്റെ വാതിലുകൾ തുറന്നു. വലിയ തുള്ളികളായി മഴ പെയ്തിറങ്ങി. മഴത്തുള്ളികൾ ശരീരത്തിൽ പതിച്ചപ്പോൾ ആദ്യം ഒരു ആശ്വാസം തോന്നി. കത്തുന്ന വെയിലിൽ വെന്തുരുകിയ തൊലിക്ക് പുറത്ത് വീണ ആ തണുത്ത വെള്ളം ഒരു മരുന്നായി തോന്നി. പക്ഷെ പെട്ടെന്ന് അവനൊരു കാര്യം ഓർമ്മ വന്നു. ദാഹം. അവനാവുന്നത്ര വായ തുറന്നു പിടിച്ചു. ആകാശത്ത് നിന്നും വീഴുന്ന ശുദ്ധജലം തൊണ്ടയിലേക്ക് ഇറക്കാൻ ശ്രമിച്ചു. ഉപ്പുവെള്ളം കൊണ്ട് മുറിഞ്ഞ തൊണ്ടയിൽ ആ മഴത്തുള്ളികൾ അമൃതുപോലെ പതിച്ചു. ദൈവമേ, നന്ദി, അവൻ ഉള്ളുരുകി പ്രാർത്ഥിച്ചു. പക്ഷേ ആ സന്തോഷം അധികം നീണ്ടു നിന്നില്ല. മഴ കനത്തതോടെ കാറ്റ് വീണ്ടും ആഞ്ഞടിച്ചു. കടലിപ്പോൾ ഒരു ഭ്രാന്തനെ പോലെ ഇളകി മറിയുകയാണ്. 30 അടിയിലധികം ഉയരമുള്ള കൂറ്റൻ തിരമാലകൾ ശിവനെ ആകാശത്തേക്ക് ഉയർത്തിയിട്ട് താഴെ അഗാധതയിലേക്ക് എറിഞ്ഞു. ഓരോ തവണയും വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ ആ പ്ലാസ്റ്റിക് ക്യാനിൽ നിന്നും പിടിവിട്ട് പോകാതിരിക്കാൻ അവൻ ജീവൻ പണയം വെച്ച് പോരാടി. കണ്ണു തുറക്കാൻ പോലും കഴിയാത്ത വിധം മഴയും കാറ്റും അവനെ അടിച്ചുകൊണ്ടേയിരുന്നു. ലക്ഷ്മി, എനിക്ക് വയ്യ, എനിക്ക് ശ്വാസം മുട്ടുന്നു, അവൻ അലറി. പക്ഷെ അവൻ്റെ ശബ്ദം ആ കൊടുങ്കാറ്റിൽ അലിഞ്ഞുപോയി. അവനവസാനം അവനെ തന്നെ ആ കടലിന് ഒന്ന് വിട്ടുകൊടുത്താലോ എന്ന് സ്വയം ചിന്തിച്ചു. മരണം എത്ര എളുപ്പമാണ്, കൈകളൊന്ന് അയച്ചാൽ മതി. ഈ വേദനകളിൽ നിന്നും തളർച്ചയിൽ നിന്നും നിമിഷ നേരം കൊണ്ട് മോചനം ലഭിക്കും. അവൻ പതുക്കെ ആ ക്യാനിൻ്റെ പിടിവിട്ടു. ശരീരം പതുക്കെ താഴേക്കമർന്നു. ഉപ്പുവെള്ളം അവൻ്റെ മൂക്കിലൂടെയും ചെവിയിലൂടെയും ഉള്ളിലേക്ക് ഇരച്ചു കയറി. അഗാധമായ കറുത്ത ആഴങ്ങളിലേക്ക് അവൻ താഴ്ന്നുപോയി. പക്ഷെ ആ നിമിഷം അവൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞത് തൻ്റെ ഇളയ മകളുടെ ചിരിയായിരുന്നു. താൻ കടലിൽ പോകുന്നതിന് മുമ്പ് അവൾ ചോദിച്ച ആ ചോദ്യം. അച്ഛാ, വരുമ്പോൾ എനിക്ക് മിഠായി കൊണ്ടുവരുമോ? അവനിലെ അച്ഛൻ ഉണർന്നു. മരണത്തേക്കാൾ വലിയൊരു ശക്തി അവൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടു. അവൻ വെള്ളത്തിൻ്റെ അടിയിൽ കിടന്ന് ആഞ്ഞ് കൈകാലുകൾ അടിച്ചു. സർവ്വശക്തിയും സംഭരിച്ചവൻ മുകളിലേക്ക് കുതിച്ചു. വെള്ളത്തിൻ്റെ മുകളിൽ വന്ന് വായുവിനായി ശ്വാസം വലിക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ പുതിയൊരു നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. ഞാൻ മരിക്കില്ല, എൻ്റെ കുടുംബത്തിനു വേണ്ടി ഞാൻ ജീവിക്കും. മഴ പതുക്കെ ശമിച്ചു. കാറ്റ് കുറഞ്ഞു. പക്ഷേ കടലിലെ തിരമാലകൾ അപ്പോഴും ശാന്തമായിരുന്നില്ല. ഇപ്പോൾ ശിവന് മുന്നിൽ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ: പിടിച്ചു നിൽക്കുക. എങ്ങനെയെങ്കിലും പുലർച്ചെ വരെ പിടിച്ചു നിന്നാൽ തിങ്കളാഴ്ച മീൻപിടുത്തക്കാർ കടലിൽ വരും. അന്ന് തന്നെ ആരെങ്കിലും രക്ഷിക്കും. അവൻ നോക്കിയപ്പോൾ ആ പ്ലാസ്റ്റിക് ക്യാൻ അവൻ്റെ തൊട്ടടുത്ത് കിടക്കുന്നു. അവന് അത്ഭുതം തോന്നി. അവൻ വീണ്ടും ആ പ്ലാസ്റ്റിക് ക്യാനിൽ മുറുകെ പിടിച്ചു. അവനറിയില്ലായിരുന്നു കടൽ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന്. പക്ഷെ ഒരു കാര്യം ഉറപ്പായിരുന്നു: അവൻ്റെ ഉള്ളിലെ അതിജീവനത്തിൻ്റെ അഗ്നി ആ കടലിനേക്കാൾ വലുതായിരുന്നു. മഴ ഒഴിഞ്ഞതോടെ കടൽ വീണ്ടും നിശബ്ദമായി. പക്ഷെ ആ നിശബ്ദത ഭയാനകമായിരുന്നു. ആകാശത്ത് മേഘങ്ങൾ ഒഴിഞ്ഞു മാറി. നക്ഷത്രങ്ങൾ തെളിഞ്ഞു. കടൽ വെള്ളത്തിൽ നക്ഷത്രങ്ങളുടെ പ്രതിബിംബം കണ്ടപ്പോൾ താൻ ആകാശത്തിൻ്റെ നടുവിലാണോ അതോ വെള്ളത്തിൻ്റെ നടുവിലാണോ എന്ന് ശിവന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. മനോനില പതുക്കെ തെറ്റിത്തുടങ്ങുന്നതിൻ്റെ ലക്ഷണമായിരുന്നു അത്. മണിക്കൂറുകളോളം വെള്ളത്തിൽ കിടന്നതുകൊണ്ട് ശിവൻ്റെ ശരീരത്തിനിപ്പോൾ സ്വന്തം ഭാരം പോലും താങ്ങാൻ കഴിയുന്നില്ല. കൈമുട്ടുകളിലെയും കാൽമുട്ടുകളിലെയും തൊലി ഉപ്പുവെള്ളം തട്ടി അലിഞ്ഞു പോയിരിക്കുന്നു. വേദന ഇപ്പോൾ ഒരു മരവിപ്പായി മാറി. പെട്ടെന്ന് അവൻ ദൂരെ ഒരു കരച്ചിൽ കേട്ടു. ശിവാണ്ണ, ഇങ്ങോട്ട് നോക്ക്. അതവൻ്റെ അനിയൻ മുരുകൻ്റെ ശബ്ദമായിരുന്നു. അവൻ ഞെട്ടിപ്പിടഞ്ഞ് ചുറ്റും നോക്കി. മുരുക, നീ എവിടെയാ? ഇരുട്ടിൽ അല്പം അകലെയായി തൻ്റെ സഹോദരൻ ഒരു വള്ളത്തിലിരിക്കുന്നത് അവൻ കണ്ടു. അവൻ ആവേശത്തോടെ അങ്ങോട്ട് നീന്തി. പക്ഷെ അടുത്തെത്തിയപ്പോൾ അവിടെ ഒന്നുമില്ല. വെറുമൊരു തിരമാല മാത്രം.
ശിവൻ തല കുടഞ്ഞു. ഭ്രാന്ത്, എനിക്ക് ഭ്രാന്ത് പിടിക്കുകയാണോ? താൻ കണ്ടത് വെറും മിഥ്യയായിരുന്നു. ഉറക്കമില്ലായ്മയും തളർച്ചയും അവൻ്റെ തലച്ചോറിനെ ചതിച്ചു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ അത് അവിടെ അവസാനിച്ചില്ല. അല്പസമയത്തിന് ശേഷം അവൻ തൻ്റെ വീടിൻ്റെ ഉമ്മറത്തിരിക്കുന്നത് പോലെ അവന് തോന്നി. ലക്ഷ്മി അവന് ചോറ് വിളമ്പി കൊടുക്കുന്നു. മക്കൾ അവൻ്റെ മടിയിലിരുന്ന് കളിക്കുന്നു. ആ സുഖകരമായ സ്വപ്നത്തിൽ അവൻ പതുക്കെ കണ്ണുകളടച്ചു. ശിവൻ, ഉറങ്ങരുത്. ഉള്ളിൽ നിന്നും ആരോ അലറുന്നതുപോലെ അവൻ പെട്ടെന്ന് കണ്ണു തുറന്നു. ബോധം മറഞ്ഞു പോയിരുന്നെങ്കിൽ താൻ ആ നിമിഷം വെള്ളത്തിൻ്റെ അടിയിലേക്ക് താഴ്ന്നു പോയേനെ. രാത്രിയുടെ ആ യാമത്തിൽ കടലിന് താഴെ വെളിച്ചങ്ങൾ തെളിയുന്നത് അവൻ കണ്ടു. വലിയ മീനുകളുടെ ശരീരത്തിൽ നിന്നുള്ള ജൈവപ്രകാശം. നീല നിറത്തിലുള്ള വെളിച്ചം വാലുപോലെ കടലിൻ്റെ അടിയിൽ പാഞ്ഞു നടക്കുന്നു. അതിമനോഹരമായ ആ കാഴ്ച പക്ഷേ ശിവനെ ഭയപ്പെടുത്തി. ആ വെളിച്ചങ്ങൾക്ക് പിന്നാലെ വലിയ കൊള്ളക്കാരുണ്ടാകുമെന്ന് അവനറിയാം. പെട്ടെന്ന് വെള്ളത്തിൻ്റെ അടിയിൽ നിന്നും ഒരു വലിയ നിഴൽ അവന് തൊട്ടു താഴെ കൂടെ കടന്നുപോയി. പ്ലാസ്റ്റിക് കാനിൽ മുറുകെ പിടിച്ചിരുന്ന അവൻ്റെ കാലുകളിൽ ആ ജീവിയുടെ വഴുക്കലുള്ള ശരീരം തട്ടി. ശിവന്റെ ഹൃദയമിടിപ്പ് നിന്നുപോയി. അതൊരു സ്രാവായിരുന്നോ? അവൻ ശ്വാസം അടക്കി പിടിച്ചു. ആ ജീവി പതുക്കെ വട്ടം ചുറ്റാൻ തുടങ്ങി. ശിവൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക് കഷ്ണം മുറുകെ പിടിച്ചു. ഇതാണെൻ്റെ ആയുധം, അവൻ വിറയ്ക്കുന്ന കൈകളോടെ കരുതി. ഏതാനും മിനിറ്റുകൾക്ക് ശേഷം ആ നിഴൽ ആഴങ്ങളിലേക്ക് താഴ്ന്നുപോയി. മരണം തൊട്ടടുത്ത് വന്ന് തന്നെ മണത്തു നോക്കി മടങ്ങിയതുപോലെ അവന് തോന്നി. അവൻ ആകാശത്തേക്ക് നോക്കി. നക്ഷത്രങ്ങളുടെ സ്ഥാനം മാറിയിരിക്കുന്നു. വെളുപ്പിന് 3 മണിയായി കാണും. ഇനി കുറച്ചു മണിക്കൂർ കൂടി സൂര്യൻ ഉദിച്ചാൽ മതി. അവൻ തൻ്റെ വിറയ്ക്കുന്ന ചുണ്ടുകൾ കൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കടലിൻ്റെ ഓരോ ആഘാതമേൽക്കുമ്പോഴും അവൻ തൻ്റെ കുടുംബത്തെ ഓർത്തു. അവർക്ക് വേണ്ടി മാത്രം അവൻ തൻ്റെ പ്രാണനെ മുറുകെ പിടിച്ചു. കടൽ അവനെ കൊല്ലാൻ ശ്രമിക്കുമ്പോഴും അവൻ അതിനെ സ്നേഹത്തോടെ നോക്കി. കടലമ്മേ, നീ കൊടുത്ത ചോറാണ് എൻ്റെ മക്കൾ തിന്നുന്നത്. അതുകൊണ്ട് നീ എന്നെ കൊല്ലില്ല. ആ വിശ്വാസത്തിൽ മരവിച്ച കൈകളുമായി പാതി അടഞ്ഞ കണ്ണുകളുമായി ശിവകുമാരൻ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ആ രാത്രിയുടെ അവസാന യാമത്തിലേക്ക് പ്രവേശിച്ചു. ആകാശത്തിൻ്റെ കിഴക്കേ അറ്റത്ത് വെള്ളിരേഖ തെളിയാൻ തുടങ്ങി. സെപ്റ്റംബർ 22 തിങ്കളാഴ്ച. ശിവമുരുകൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ദിവസം. കഴിഞ്ഞ 30ഓളം മണിക്കൂറുകളായി അവൻ മരണത്തോട് മല്ലിടുകയാണ്. ശരീരം പൂർണ്ണമായും തളർന്നിരിക്കുന്നു. ബോധം ഇടയ്ക്കിടയ്ക്ക് മറയുന്നുണ്ടെങ്കിലും ഓരോ തവണയും വെള്ളം മൂക്കിലേക്ക് ഇരച്ചു കയറുമ്പോൾ അവൻ ചുമച്ചുകൊണ്ട് വീണ്ടും ഉണരും. സൂര്യൻ പതുക്കെ ചക്രവാളത്തിൽ നിന്നും ഉയർന്നു വന്നു. ആ വെളിച്ചത്തിൽ തൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ കണ്ട് ശിവൻ ഞെട്ടിപ്പോയി. കൈകളിലെയും കാലുകളിലെയും തൊലി ഉപ്പുവെള്ളം തട്ടി വെളുത്ത് വിണ്ടുകീറിയിരിക്കുന്നു. ജെല്ലി ഫിഷുകൾ കടിച്ചെടുത്ത് നീലിച്ച പാടുകൾ. പക്ഷെ ആ വേദനകളേക്കാൾ അവനെ സന്തോഷിപ്പിച്ചത് ദൂരെ കണ്ട ആ കാഴ്ചയായിരുന്നു. ദൂരെ, വളരെ ദൂരെയായി ചെറിയ കറുത്ത കുത്തുകൾ പോലെ ബോട്ടുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഇന്ന് തിങ്കളാഴ്ചയാണ്. എല്ലാവരും കടലിൽ ഇറങ്ങുന്ന ദിവസം. ശിവന്റെ ഉള്ളിൽ ഒരു സിംഹത്തിൻ്റെ കരുത്ത് തിരിച്ചു വന്നു. അവൻ തൻ്റെ കൈവശമുള്ള ആ പഴയ പ്ലാസ്റ്റിക് കാനിൽ മുറുകെ പിടിച്ച് ബോട്ടുകൾ വരുന്ന ദിശയിലേക്ക് നീന്തി. ഓരോ തവണ കൈ വീശുമ്പോഴും ശരീരം നിലവിളിക്കുകയായിരുന്നു. എങ്കിലും അവൻ നിർത്തിയില്ല. ബോട്ടുകൾ പതുക്കെ വലുതായി വന്നു. 4-5 ബോട്ടുകൾ അല്പം അകലെയായി വല എറിയുന്നത് അവൻ കണ്ടു. രക്ഷിക്കണേ, ഞാനിവിടെയുണ്ട്. അവൻ ആവുന്നത്ര ഉച്ചത്തിൽ വിളിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവൻ്റെ ശബ്ദം ഒരു നേർത്ത വിങ്ങലായി മാത്രം ഒതുങ്ങി. തൊണ്ടയിലെ മുറിവുകൾ കഠിനമായ വേദനയുണ്ടാക്കി. അവൻ തൻ്റെ കൈകൾ ആവുന്നത്ര ഉയർത്തി വീശി. പക്ഷേ കടലിലെ ആ കൂറ്റൻ തിരമാലകൾക്കിടയിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യനെ അത്ര ദൂരത്ത് നിന്ന് തിരിച്ചറിയുക അസാധ്യമായിരുന്നു. ബോട്ടുകൾ പതുക്കെ അവനെ കടന്നു പോകാൻ തുടങ്ങി. അവർ മീൻ പിടിക്കുന്ന തിരക്കിലാണ്. ആരും കടൽപ്പരപ്പിലേക്ക് സൂക്ഷിച്ചു നോക്കുന്നില്ല. വേണ്ട, എന്നെ തനിച്ചാക്കി പോകല്ലേ, ശിവൻ കരഞ്ഞു. അവൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ പ്ലാസ്റ്റിക് കഷ്ണം വെള്ളത്തിൽ അടിച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷെ ആ ശബ്ദം യന്ത്രവൽകൃത ബോട്ടുകളുടെ ഇരമ്പലിന് മുന്നിൽ ഒന്നുമല്ലായിരുന്നു. 2 ബോട്ടുകൾ അവനെ കടന്നുപോയി. പ്രതീക്ഷകൾ വീണ്ടും അസ്തമിക്കാൻ തുടങ്ങി. വെയിൽ കടുക്കുന്നു. ശരീരത്തിലെ ഡീഹൈഡ്രേഷൻ കാരണം തളർന്നു വീഴാറായി. പെട്ടെന്ന് തൻ്റെ നേരെ ഒരു ചെറിയ ബോട്ട് വരുന്നത് അവൻ കണ്ടു. മറ്റു ബോട്ടുകളുടെ അടുത്ത് നിന്നും മാറി ഏകദേശം 500 മീറ്റർ അകലെയായി ഒരു ചെറിയ വള്ളം. ശിവൻ തൻ്റെ അവസാനത്തെ തുള്ളി ഊർജവും സംഭരിച്ചു. അവൻ ആ പ്ലാസ്റ്റിക് ക്യാനിൽ നിന്നും പിടിവിട്ടു. തൻ്റെ കൈകൾ പരമാവധി ഉയർത്തി വീശിക്കൊണ്ടവൻ വെള്ളത്തിൽ ആഞ്ഞു തട്ടി. ദൈവമേ, ഇതിൻ്റെ അവസാനത്തെ അവസരമാണ്. എന്നെ അവരെ കൊണ്ട് കാണിക്കണേ. ആ ചെറിയ വള്ളത്തിലപ്പോൾ 2 മത്സ്യത്തൊഴിലാളികളുണ്ടായിരുന്നു. അവർ തങ്ങളുടെ വല വൃത്തിയാക്കുകയായിരുന്നു. പെട്ടെന്നാണ് അവരിലൊരാൾ ദൂരെ വെള്ളത്തിൽ എന്തോ ഒന്ന് അനങ്ങുന്നത് കണ്ടത്. അരുളപ്പാ, അത് നോക്കിയേ, അതൊരു മീനാണോ? കൂടെ ഉണ്ടായിരുന്ന ആൾ ചോദിച്ചു. അരുളപ്പൻ കണ്ണുകൾ ഇടുക്കി നോക്കി. അല്ലടാ, അതൊരു മനുഷ്യനാണ്. വേഗം വെള്ളം അങ്ങോട്ട് വിട്. ശിവൻ കണ്ടു ആ വെള്ളം തൻ്റെ നേരെ തിരിയുന്നത്. അവൻ്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. 28 മണിക്കൂറുകൾക്ക് ശേഷം മരണത്തിൻ്റെ വായിൽ നിന്നും ഒരു കൈ തന്നെ തേടി വരികയാണ്. വള്ളം അടുത്തേക്ക് വരുന്തോറും ശിവമുരുകൻ്റെ കാഴ്ചകൾ മങ്ങിക്കൊണ്ടേയിരുന്നു. തൻ്റെ ലക്ഷ്യത്തിനടുത്ത് എത്തിയെന്ന ബോധ്യം ഉള്ളിൽ നിറഞ്ഞപ്പോൾ
അതുവരെ പിടിച്ചു നിർത്തിയ ശരീരത്തിൻ്റെ നിയന്ത്രണം പതുക്കെ കൈവിട്ടു പോകുന്നത് പോലെ അവന് തോന്നി. കൈകൾക്ക് വല്ലാത്ത ഭാരം. പ്ലാസ്റ്റിക്കിൻ്റെ ക്യാനിൽ നിന്നും പിടിവിട്ടവൻ പതുക്കെ വെള്ളത്തിൻ്റെ അടിയിലേക്ക് താഴാൻ തുടങ്ങി. പിടിച്ചു നിൽക്കൂ, ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. അരുളപ്പൻ്റെ ശബ്ദം കാറ്റിലൂടെ ഒഴുകി വന്നു. അരുളപ്പനും കൂട്ടുകാരനും വള്ളം അതിവേഗം ശിവന്റെ അരികിലേക്ക് അടുപ്പിച്ചു. വെള്ളത്തിൽ പൊങ്ങിയും താഴ്ന്നും കിടക്കുന്ന ആ രൂപത്തെ കണ്ടപ്പോൾ അവർ നടുങ്ങിപ്പോയി. ഒരു മനുഷ്യന്റെ രൂപമാണെന്ന് പറയാൻ പോലും പറ്റാത്ത വിധം ശരീരം വിളറി വെളുത്തിരിക്കുന്നു. കറുത്ത മുടിയിൽ ഉപ്പ് പറ്റിപ്പിടിച്ച് വെളുത്ത നിറമായിരിക്കുന്നു. അരുളപ്പൻ വള്ളത്തിന്റെ വശത്ത് കുനിഞ്ഞിരുന്ന് ശിവന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. ഒന്ന് സഹായിക്കണേ. ശിവന്റെ നാവുകൾ ആ വാക്കുകൾ ഉച്ചരിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു നേർത്ത മൂളൽ മാത്രമേ പുറത്തു വന്നുള്ളൂ. ആ കൈകളിലെ സ്പർശനമറിഞ്ഞ നിമിഷം 28 മണിക്കൂറുകളായി ഉണർന്നിരുന്ന ശിവന്റെ ബോധം മറഞ്ഞു. അവൻ ആ കൈകളിലേക്ക് തളർന്നു വീണു. രണ്ടുപേരും ചേർന്ന് സർവ്വശക്തിയും എടുത്ത് ശിവനെ വള്ളത്തിന്റെ ഉള്ളിലേക്ക് വലിച്ചു കയറ്റി. വള്ളത്തിന്റെ തറയിൽ തളർന്നു കിടക്കുന്ന ആ മനുഷ്യനെ കണ്ടപ്പോൾ അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇത്രയും ദൂരം, കരയിൽ നിന്നും 30 കിലോമീറ്റർ മാറി, ഇയാൾ എങ്ങനെ ഇവിടെ എത്തി? അരുളപ്പന്റെ കൂട്ടുകാരൻ അത്ഭുതത്തോടെ ചോദിച്ചു. അവർ ഉടനെ തന്നെ ശിവന്റെ മുഖത്തെ ഉപ്പുവെള്ളം തുടച്ചു മാറ്റി. അവരുടെ കയ്യിലുണ്ടായിരുന്ന ചെറിയ കുപ്പിയിലെ ശുദ്ധജലം പതുക്കെ അവൻ്റെ ചുണ്ടുകളിൽ നനച്ചു കൊടുത്തു. വെള്ളം ഉള്ളിലേക്ക് ചെന്നപ്പോൾ ശിവൻ ഒന്ന് പിടഞ്ഞു. അവൻ്റെ തൊണ്ടയിലെ മുറിവുകളിൽ ആ വെള്ളം തട്ടിയപ്പോൾ ഉണ്ടായ വേദനയിലും അവൻ പതുക്കെ കണ്ണുകൾ തുറന്നു. ഞാൻ മരിച്ചോ? അവൻ ചോദിച്ചു. ഒരിക്കലുമില്ല സഹോദര, നിങ്ങൾ സുരക്ഷിതനാണ്. ഞങ്ങൾ നിങ്ങളെ കരയിലെത്തിക്കും. അരുളപ്പൻ അവൻ്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അരുളപ്പൻ ഉടൻ തന്നെ തൻ്റെ മൊബൈൽ ഫോൺ എടുത്ത് തീരത്തുള്ളവരെ വിവരമറിയിച്ചു. ഞങ്ങളൊരാളെ കണ്ടെത്തിയിട്ടുണ്ട്. ചട്ടിക്കുളം ഭാഗത്തെ കാണാതായ ശിവമുരുകൻ തന്നെയാണെന്ന് തോന്നുന്നു. ഞങ്ങൾ ഉടനെ ചിന്നമുട്ടത്തേക്ക് വരികയാണ്. ഈ വാർത്ത കാട്ടുതീ പോലെ തീരത്ത് പടർന്നു. കരയിൽ മുരുകനും ലക്ഷ്മിയും തകർന്ന അവസ്ഥയിലായിരുന്നു. ശിവൻ ഇനി തിരിച്ചു വരില്ല എന്ന് എല്ലാവരും ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷെ അരുളപ്പൻ്റെ സന്ദേശം ലഭിച്ചതോടെ ആ ഗ്രാമം ഒന്നടങ്കം ഹാർബറിലേക്ക് ഒഴുകി. വള്ളം കരയിലേക്ക് കുതിക്കുമ്പോൾ ശിവൻ ആകാശത്തേക്ക് നോക്കിക്കിടന്നു. തൻ്റെ പ്രാണനെ തിരിച്ചു കൊടുത്ത ആ നീലാകാശത്തെ അവൻ നന്ദിയോടെ നോക്കി. കടലിൻ്റെ ഇരുമ്പലിപ്പോൾ അവന് ഒരു താരാട്ട് പോലെ തോന്നി. താൻ തോൽപ്പിച്ചത് കടലിനെയല്ല, തൻ്റെ ഉള്ളിലെ ഭയത്തെയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ദൂരെ കരയുടെ വെളിച്ചം കണ്ടു തുടങ്ങി. തൻ്റെ മക്കൾക്ക് നൽകാൻ മിഠായിയുമായിട്ടല്ല അയാൾ മടങ്ങുന്നത്, പകരം ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കാൻ വലിയൊരു അതിജീവനത്തിൻ്റെ കഥയുമായാണ്. ഇന്നയാൾ രക്ഷപ്പെട്ടിരിക്കുന്നു. എങ്ങനെയുണ്ട്? ഇതൊരു യഥാർത്ഥ സംഭവമാണ്. നിങ്ങൾ പണ്ട് വാർത്താ ചാനലിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ആ സാഹചര്യത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്ക്. നമ്മളെ കൊണ്ട് പറ്റുമോ? പറ്റണം. ഇതുപോലെ സാഹചര്യങ്ങൾ നമുക്കും ജീവിതത്തിൽ വരും. നമ്മൾ പോരാടണം. എവിടെയും തളർന്നു പോകരുത്. എന്ത് പ്രതിസന്ധികളും ജീവിതത്തിൽ വന്നാലും നമ്മൾ തളർന്നു പോകരുത്. നമ്മൾ പോരാടണം. നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. തളർന്ന് പിന്നോട്ട് മാറിയാൽ നമ്മളവിടെ തോറ്റുപോകും. നമ്മൾ തോക്കാൻ പാടില്ല. എന്തായാലും ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരോടും സ്നേഹം മാത്രം. ലവ് യു ഓൾ. ബൈ. പുതിയ കഥയുമായി വരും. ത്രില്ലിംഗ് സ്റ്റോറിയുമായി വരും. കാത്തിരിക്കും.